ഹായ്, നമ്മളിന്ന് ഈ ഫാനിൻ്റെ ബെയറിംഗ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഫാനിൻ്റെ 3 ലീഫ് അഴിച്ചെടുത്തു. ഇനി ബോഡിയിലുള്ള 3 സ്ക്രൂവും കൂടെ അഴിച്ചെടുക്കണം. അടുത്തായിട്ട് ഈ വയറിൻ്റെ കണക്ഷനും കപ്പാസിറ്ററും ഒക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പം വയറിൻ്റെ കണക്ഷൻ മാറിപ്പോകുമെന്ന് ഡൗട്ടുള്ളവർ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഈ ഫാന് 2 പീസാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഊരി പോകുന്നില്ലെങ്കിൽ 1-2 സ്ക്രൂ ഡ്രൈവർ അതിനെ ഇടയ്ക്കിട്ട് തെക്കി കൊടുത്താൽ മതി. ഈ സ്പ്രിങ് തിരിച്ച് ഇതേപോലെ തന്നെ ഇടണം. ഈ ബെയറിംഗ് അഴിച്ചെടുക്കുന്നത് ഇതുപോലത്തെ ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ചാണ്. 200-300 രൂപ കൊടുത്താൽ നമുക്കത് വാങ്ങാൻ കിട്ടും. ആദ്യം നമ്മൾ ഈ ക്യാപ്പ് ഇവിടെ വെച്ചതിന് ശേഷം ഈ പുള്ളർ ഇതിനകത്തേക്ക് ഇറക്കിയിടുകയാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന ഹോളിലേക്ക് ഈ ഒരു കമ്പി ഇട്ട് ലോക്ക് ചെയ്യണം. അടുത്തായിട്ട് ഈ താഴത്തെ നട്ട് ടൈറ്റാക്കി കൊടുക്കണം. അതിനുശേഷം ഈ ബോൾട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിയുമ്പോൾ ഈ ബെയറിംഗ് അങ്ങ് ഊരിപ്പോരും. ഈ പുള്ളറിൻ്റെ ബോൾട്ടിന് ഒരു സൈഡ് വലിപ്പം കുറവും ഒരു സൈഡ് വലിപ്പം കൂടുതലുമാണ്. അത് 2 സൈസിലുള്ള ബെയറിങ്ങുകൾ ഊരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഊരിയെടുത്ത പഴയ ബെയറിങ്. ഇനി നമ്മൾ ഈ വയറ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫാനിൻ്റെ സ്റ്റേറ്റർ തട്ടി ഊരിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ വയർ ഇങ്ങനെ നേരെയാക്കി വെച്ചതിന് ശേഷം വേണം ഊരിയെടുക്കാൻ, ഇല്ലെങ്കിൽ വയറിൻ്റെ ഇൻസുലേഷൻ പോവും. ഈ ഫാനിൻ്റെ വൈൻഡിങ് കത്തിപ്പോയതാണ്. ഇനി ഇത് റീവൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഫാനിൻ്റെ 2ാമത്തെ ബെയറിങ് ഊരിയെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ സ്പാനറിൻ്റെ ഒരു ബോക്സാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് തട്ടി ഊരിക്കൊണ്ടിരിക്കുന്നത്. ഊരിപ്പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുള്ളർ ഉപയോഗിച്ച് തന്നെ ഊരിയെടുക്കുക. കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ ഫാനിൻ്റെ ബോഡി അലോയ് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി നമ്മൾ പുതിയ ബെയറിംഗ് ഇടുകയാണ്. 6201 ആണ് നമ്പർ. കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്താൽ ഇടാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ താഴത്തെ സൈഡിലെ ബെയറിംഗ് ഇട്ടു. ഇനി മുകളിലത്തെ സൈഡിലാണ് ഇടുന്നത്. 6202 ആണ് നമ്പർ. അങ്ങനെ 2 ബെയറിങ്ങും ചേഞ്ച് ചെയ്തു. ഫാൻ റീവൈൻഡും ചെയ്തു. ഇനി നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി 3 സ്ക്രൂ ഇട്ടതിന് ശേഷം കപ്പാസിറ്ററിൻ്റെ കണക്ഷനോടെ കൊടുത്താൽ ഫാൻ റെഡിയാണ്. ഫാനിൽ നിന്ന് വരുന്ന റെഡ് വയറിൽ അല്ലാത്ത ബാക്കി 2 വയറിലാണ് കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ യെല്ലോയിലും ബ്ലാക്കിലുമാണ് കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് വയർ നടുക്കും യെല്ലോ വയർ മുകളിലും കൊടുത്താൽ ഫാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങും. അങ്ങനെ വന്നാൽ നമുക്ക് കാറ്റ് കിട്ടത്തില്ല താഴേക്ക്. അപ്പോൾ ഏതെങ്കിലും ഫാൻ അങ്ങനെ കറങ്ങുന്ന കണ്ടാൽ ആ ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണെന്ന് ഓർത്താൽ മതി. നമ്മൾ സീലിംഗ് ഫാൻ ഓൺ ചെയ്തിട്ട് മുകളിലേക്ക് നോക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങേണ്ടത്. ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഫാനിലേക്ക് കറണ്ടിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പം റെഡിലേക്ക് ഫേസും ബ്ലാക്കിലേക്ക് ന്യൂട്രും കൊടുക്കുക. ഇനിയിപ്പം തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.